ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ നമ്മുടെ മീനുവും മിത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിത്ര ചോദിക്കും, മീൻ ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ അനുമോള് അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുമെന്ന്, അപ്പച്ചിയുടെയും അങ്കിളുടെയും കണ്ണീരിന് കാരണക്കാരിയാകുമെന്ന്? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല മിത്രേ. പക്ഷേ നമ്മുടെ അനു ഒരിക്കലും അങ്ങനൊരു തെറ്റ് ചെയ്യത്തില്ലെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. കാരണം ജീവനുമായിട്ടുള്ള കല്യാണത്തിൽ അവൾ മനസ്സാ സമ്മതിച്ചതാ. അങ്ങനെയുള്ളപ്പം ഒരിക്കലും അവൾ അങ്ങനൊരു തെറ്റ് ചെയ്യത്തില്ല. അതുമാത്രമല്ല, കല്യാണത്തിന്റെ തലേദിവസമൊക്കെ അനുമോൾ എത്ര സന്തോഷവതിയായിരുന്നു എന്ന് ചോദിക്കണം. അപ്പം മിത്ര പറയും, ചേച്ചി എന്തൊക്കെയോ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. അവൾക്ക് ഇടയ്ക്ക് ടെൻഷൻ ആയതുപോലെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. മുഖത്തൊക്കെ എന്തോ പോലെ തോന്നിയിരുന്നു. പക്ഷേ കല്യാണമല്ലേ പിറ്റേ ദിവസം, അതിൻ്റെ ടെൻഷൻ ആകുമെന്ന് ഞാൻ കരുതി അത് നിസ്സാരവൽക്കരിച്ചു എന്ന് പറയാം. അപ്പം മീനും പറയും, അത് നീ പറഞ്ഞത് നേരാ. ഞാനും ഇടയ്ക്ക് അവളുടെ മുഖഭാവത്തിൽ വന്ന മാറ്റമൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ആകെ ഒരു ടെൻഷൻ പോലെ. ഞാനും കരുതി നമ്മളെല്ലാവരും ഉപേക്ഷിച്ച് പിറ്റേ ദിവസം അവൾക്ക് പോകേണ്ടി വരുമല്ലോ, ആ സങ്കടം കാരണമാണ് അവൾ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അവൾക്ക് എന്തോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. വേറെന്ത് ബുദ്ധിമുട്ട് ചേച്ചി? അലോക് എന്തൊക്കെയോ പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അക്കാര്യം ഉറപ്പാ. പക്ഷേ എന്തൊക്കെ ഭീഷണിപ്പെടുത്തിയാലും അലോകിന് ഇവിടെ വന്ന് അവളെ വലിച്ചിറക്കിക്കൊണ്ട് പോകാൻ സാധിച്ചിട്ടില്ല. അവൾ സ്വയം ഇറങ്ങിപ്പോയത് തന്നെയാ. അതെന്തുകൊണ്ടാണെന്ന്, അവളെ ആരാ സഹായിച്ചിരിക്കുക എന്ന് അപ്പോൾ പെട്ടെന്ന് മീനു ചോദിക്കുകയാണ്, ചേച്ചി ഇതിനിടയിൽ എന്തൊക്കെയോ കളികൾ ഉണ്ടായിട്ടുണ്ട്. അനുമോള് ഇങ്ങനൊരു തീരുമാനം സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കില്ല, അവളുടെ നിവൃത്തികേടാണെന്ന് അവൾ പറയുകയും ചെയ്തല്ലോ. അതല്ല, അന്ന് അങ്ങളുടെ കാല് വീണ് ക്ഷമിക്കണമെന്നും അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നും ഒക്കെ പറയുകയും ചെയ്തു. അതിനർത്ഥം എന്താ? അവളെ ഈ രീതിയിൽ അവൻ എത്തിച്ചതെന്ന് തന്നെയാ. അവൻ അത്രയ്ക്ക് ഫ്രോഡാ ചേച്ചി. അനുമോളെ അവൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ എത്ര വലിയ ചെറ്റത്തരവും അവൻ ചെയ്യും എന്ന് പറയാണ്. അനുവിനെ കണ്ട് നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ എന്താണ് നടന്നതെന്ന് അവളെ കൊണ്ട് തന്നെ പറയിക്കായിരുന്നു എന്ന് മീനൊപ്പം മിത്രയോട് പറയും. നമുക്ക് നോക്കിയിരിക്കാം. അവൾ പുറത്തോട്ട് പോകുകയോ വല്ലതും ചെയ്യുവാണെങ്കിൽ അവനില്ലാത്ത സമയം നോക്കി നമുക്ക് അവളോട് സംസാരിക്കാൻ ഒരവസരം ഉറപ്പായിട്ടും കിട്ടും എന്ന് പറയണേ. അങ്ങനെ മീനും മിത്രയും നമ്മുടെ അനുശ്രീ പുറത്തു പോകുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അലോകും അനുവും കൂടി പുറത്തേക്ക് പോകുന്നത്. അവർ പോകുന്നത് ക്ഷേത്രത്തിലേക്കായിരിക്കുമോ എന്ന് അപ്പം മിത്ര ചോദിക്കുന്നുണ്ട്. അങ്ങനെ മിത്രയും മീനും കൂടി അവർ രണ്ടുപേരെയും ഫോളോ ചെയ്യാണ് കേട്ടോ. അവരുദ്ദേശിച്ചത് കറക്റ്റാ, അമ്പലത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ അലോക് നിവർത്തികേട് കൊണ്ടാണ് അനുശ്രീയുടെ ഒപ്പം അമ്പലത്തിലേക്ക് പോകുന്നത്. ഒട്ടും താല്പര്യമില്ല കേട്ടോ നിന്റെ കൂടെ അമ്പലത്തിൽ വരണം പോലും. എൻ്റെ വീട്ടുകാരിപ്പം നീ പറയുന്നതിന് താളത്തിന് തുള്ളുവല്ലേ, അതെന്നെ നിവർത്തികേടാന്ന് കരുതി നീ കൂടുതൽ അഹങ്കരിക്കേണ്ടടി. നിന്റെ അഹങ്കാരമൊക്കെ തീർത്തു തരാൻ എനിക്ക് അറിയാം എന്ന് പറയാം. നീ എന്തെങ്കിലും ചെയ്യുക എന്ന് അപ്പോൾ അനുശ്രീ പറയൂ കേട്ടോ. നിന്റെ കൂടെ അമ്പലത്തിലേക്കൊന്നും ഞാൻ കയറത്തില്ല, നീ വേണമെങ്കിൽ തന്നെ പോയി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് അലോക് വണ്ടിയെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പം നമ്മുടെ അനു ആണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് കയറി പോവുകയും ചെയ്യും. അപ്പം മീനും മിത്രയും അനു തനിയെ ക്ഷേത്രത്തിലേക്ക് കയറി പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അലോകിന്റെ കണ്ണ് വെട്ടിച്ച് അവരും ഉള്ളിലേക്ക് കയറി പോവാം. അപ്പം അനു ആണെങ്കിൽ തൊഴുതിങ്ങനെ വരുമ്പോഴാണ് മിത്രയും മീനും തൻ്റെ മുന്നിൽ കയറി നിൽക്കുന്ന കാണുന്നത്. അവരെ കാണുമ്പം അവൾ തല കുനിച്ച് നിൽക്കുക. അപ്പം മീനു ചോദിക്കും, നീ എന്തിനാ തല കുനിച്ച് നിൽക്കുന്നത്? നീ നിനക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഒരു ജീവിതം തിരഞ്ഞെടുത്തു, അത് അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ എന്ന് മീനു ചോദിക്കുക. മീനു ചേച്ചി മിത്രയെടുത്തി എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് അവൾ സംസാരിക്കുക. ഞങ്ങൾ എന്തിനാ നിന്നോട് ക്ഷമിക്കുന്നേ? നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു നിനക്ക് അലോകിന്റെ കൂടെ ജീവിക്കാനാ താല്പര്യമെന്ന്. നീയായിട്ട് അവന്റെ കൂടെ ഇറങ്ങി ചെല്ലുകയും ചെയ്തു. ഇനിയിപ്പം ഞങ്ങളോട് മാപ്പൊന്നും ചോദിക്കണ്ട, സന്തോഷത്തോടെ ജീവിച്ചാൽ മതി എന്ന് മീനും മിത്രയും കൂടി പറയൂട്ടോ. എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു ചേച്ചി. അപ്പം മീനു പറയും, നീ കുറേ ആയി വഴിയില്ലായിരുന്നു എന്ന് പറയുന്നു. എന്താ നിനക്കുണ്ടായ അനുമോളെ? ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നീ മനഃപൂർവ്വം അലോകിന്റെ കൂടെ ഇറങ്ങിപ്പോയതാണെന്ന്, അലോകിന്റെ കൂടെ ഒരു ജീവിതം നീ ആഗ്രഹിച്ചിരുന്നുവെന്ന്. സത്യം പറയണം, എന്താ ഉണ്ടായത്? അത് പിന്നെ മീൻ ചേച്ചി ഒന്നുമില്ല എന്ന് അനുശ്രീ പറയും. അപ്പം മിത്ര പറയും, അനുമോളെ നീ ഇനിയെങ്കിലും സത്യം പറ, ഞങ്ങൾക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമാണ്. ഒരിക്കലും അപ്പച്ചയും അങ്കിളിനെയും വേദനിപ്പിച്ചുകൊണ്ട് നീ ഇങ്ങനൊരു തീരുമാനം എടുക്കില്ല. നിനക്ക് അത്രയ്ക്ക് കുടുംബത്തോട് സ്നേഹമുള്ള കുട്ടിയാ. നീ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താണെന്ന് പറ, നിന്നെ ആരെ ഭീഷണിപ്പെടുത്തിയത്? സത്യം പറ, അവൻ ഭീഷണിപ്പെടുത്തിയല്ലേ നിന്നെ പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് ചോദിക്കാം. അപ്പം അനുമോള് അവിടെ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും മീനുവിനും മിത്രയ്ക്കും പാവം തോന്നുക. നീ കരയല്ലേ, ആൾക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നു, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഞങ്ങൾ എത്ര തവണ നിന്നോട് പറഞ്ഞതാ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളോട് തുറന്നു പറയണമെന്ന്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നോ? ഞങ്ങൾ നിന്റെ കൂടെ തന്നെ നിൽക്കില്ലായിരുന്നോ എന്ന് പറയാം. നീ അവൻ്റെ കൂടെ വന്ന് ഇറങ്ങിയപ്പോൾ പോലും നിന്നെ അവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോയതാണെന്ന് ഞങ്ങൾ എല്ലാവരും കരുതിയത്. നീയായിട്ട് ഇറങ്ങിപ്പോയതാ, കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു
പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എല്ലാവരും വിശ്വസിച്ചത് എന്ന് മീനു പറയൂട്ടോ. ഒരിക്കലും ഞാനോ മിത്രയോ അതൊട്ട് വിശ്വസിച്ചിട്ടുമില്ല എന്ന് പറയുക. അപ്പോഴത്തേക്കും നമ്മുടെ അനുമോള് പറയും, നിങ്ങൾ വിചാരിച്ചതെല്ലാം ശരിയാ മീൻ ചേച്ചി, എന്നെ ഭീഷണിപ്പെടുത്തി തന്നെ കൊണ്ടുപോയതാ. ഭീഷണിപ്പെടുത്തിയോ? എന്തു പറഞ്ഞ്? നീ അതിന് അവൻ്റെ കോളുകളൊന്നും എടുക്കുന്നില്ലായിരുന്നോ? അതിന് അവനെ സഹായിക്കാൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരുത്തി ഉണ്ടല്ലോ എന്ന് അനൂപ പറയാം. നമ്മുടെ കുടുംബത്തിലോ? എന്താ ഉണ്ടായത്? നീ സുഗിന ചേച്ചിയെ പറ്റിയാണോ പറയുന്നത് എന്ന് മിത്ര ചോദിക്കുക. പിന്നല്ലാതെ ആരാ? അവർക്കാണല്ലോ ദേവമംഗലത്തുള്ളവരൊക്കെ നശിച്ചു കാണണമെന്ന് ആഗ്രഹം. അവര് നമ്മൾ കാണുന്ന പോലൊന്നും അല്ല ചേച്ചി, അലോകിൻ്റെ ആളാ. ആ കൃഷ്ണമംഗലത്തെ സ്പൈ വർക്കാ അവരവിടെ വന്ന് ചെയ്യുന്നത്. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃഷ്ണമംഗലത്ത് പോയി പറഞ്ഞു കൊടുക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരൊറ്റ ഒരുത്തിയാ. അവരൊരു ദുഷ്ടയാ. മാമന്റെ ജീവിതം നശിച്ചു പോവാ എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും മീനും മിത്രയും ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. നീ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ തെളിച്ച് പറ അനുമോളെ എന്ന് അപ്പം മിത്രയും മീനും കൂടി നിർബന്ധിക്കുകയാണ്. ഞാൻ അലോകിന്റെ ഫോൺ കോളുകളൊന്നും എടുത്തില്ലായിരുന്നു ചേച്ചി. അപ്പം സുഗിന ചേച്ചിനെ അവൻ വിളിച്ചു. സുഗന്യ ചേച്ചി എൻ്റെ കയ്യിൽ ഫോൺ കോൾ കൊണ്ട് തന്നു. ഞാൻ പക്ഷേ അത് അറ്റൻഡ് ചെയ്യാൻ കൂട്ടാക്കിയില്ല. അപ്പം എൻ്റെ കുറേ ഫോട്ടോകൾ, ഞാനും അവനും ഒത്തുള്ള ഫോട്ടോകൾ അവൻ മോർഫ് ചെയ്തുണ്ടാക്കി സുഗന്യ ചേച്ചിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. സുഗന്യ ചേച്ചി നിർബന്ധിച്ച് അതെന്നെ കാണിച്ചു തന്നു. അത് കണ്ടതോടുകൂടി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ആ ഫോട്ടോകൾ കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും വിശ്വസിച്ച് പോകും ചേച്ചി. ഞാനും അവനും തമ്മിൽ അത്തരത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ സുഗന്യ ചേച്ചി പോലും പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ശരിക്കും അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് ചോദിച്ച് എന്നെ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തു എന്ന് പറയാം. നീ അല്ലാതെ ആരെങ്കിലും അവർ പറയുന്നതൊക്കെ കേൾക്കുമോ? നിനക്ക് തന്നെ അറിയത്തില്ലേ സുഗിന ചേച്ചി നമ്മുടെ കുടുംബത്തിന് നന്മയൊന്നും അല്ല ആഗ്രഹിക്കുന്നതെന്ന്. പിന്നെ നീ എന്തിനാ അവരുടെ വലയിൽ പോയി വീണത് എന്ന് ചോദിക്കാം. എനിക്കറിയില്ലായിരുന്നു ചേച്ചി. ആ ഫോട്ടോകൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും കാണിക്കുമെന്നും മതിലിൽ വരെ ഒട്ടിച്ചു വെക്കുമെന്നും ഒക്കെ പറഞ്ഞ അവരെന്നെ ഭീഷണിപ്പെടുത്തിയത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയും പിന്നെ ജീവിച്ചിരിക്കുമോ? എനിക്കറിയാം അച്ഛൻ ഈ ലോകത്ത് എന്തിനേക്കാളും വില കൽപ്പിക്കുന്നത് അഭിമാനത്തിനാ. ഞാൻ കാരണം ആ അഭിമാനത്തിന് ക്ഷതമേറ്റെന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അച്ഛൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. അച്ഛനില്ലാത്ത ഈ ലോകത്ത് എൻ്റെ അമ്മയും ജീവിച്ചിരിക്കില്ല. അവരുടെ രണ്ടുപേരുടെ മരണത്തിന് ഞാൻ കാരണക്കാരിയാകാൻ പറ്റുമോ ചേച്ചി? അതിലും എത്രയോ ഭേദമാ എൻ്റെ ജീവിതം നശിക്കുന്നത് എന്ന് പറഞ്ഞ് അനുശ്രീ കരയാണ് കേട്ടോ. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? നിനക്ക് ഞങ്ങളോടെങ്കിലും ഒരു വാക്ക് പറയത്തില്ലായിരുന്നോ? ഞാനും ഇത്രയും ദേവിയടത്തിയും ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങളെല്ലാം നിന്റെ കൂടെ തന്നെയല്ലേ നിൽക്കൊള്ളായിരുന്നു. ഇത് ആരെ അറിയിക്കാതെ തന്നെ നിന്റെ ഏട്ടന്മാര് കൈകാര്യം ചെയ്യില്ലായിരുന്നോ എന്ന് ചോദിക്കാം. ഞാൻ ഇത് അച്ഛനോട് പറയാൻ കുറേ തവണ ശ്രമിച്ചതാ ചേച്ചി. പക്ഷേ ഓരോ തവണയും അച്ഛൻ ഓരോരോ തിരക്കുകളിലേക്ക് കടക്കും. എനിക്ക് പറയാൻ അവസരം കിട്ടിയുമില്ല. അതിനുശേഷം ഓരോ തവണയും സുഗിന ചേച്ചി വഴി അവൻ എന്നെ ഫോട്ടോകൾ കാണിച്ചും ഓരോന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമായിരുന്നു. ആ അവസരത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ മാനം എങ്ങനെയെങ്കിലും രക്ഷിക്കാനാണ് ഞാൻ നോക്കിയത്. അല്ല, നീ എങ്ങനെയാ അവന്റെ കൂടെ ഇറങ്ങിപ്പോയത് എന്ന് ചോദിക്കുക. അവൻ എന്നോട് പറഞ്ഞു അവന്റെ കാല് വീണ് ഞാൻ മാപ്പ് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണമെന്ന്. അതുകൊണ്ട് മാത്രമോ ചേച്ചി, ഒരു പ്രശ്നമില്ലാതെ എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കട്ടെ എന്ന് കരുതിയാ ഞാൻ അവനെ കാണാനായിട്ട് പോയത്. അവന്റെ കാല് വീണ് മാപ്പ് പറയാനും ഞാൻ ഒരുക്കുമായിരുന്നു. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാ തെറ്റുകളും ചെയ്തത് അവനാ. പക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ മാനത്തിന് വേണ്ടി അതും ഞാൻ ചെയ്യാൻ തയ്യാറായതാ. പക്ഷേ അവന്റെ ലക്ഷ്യം വേറെയായിരുന്നു ചേച്ചി എന്ന് പറയാ. നിന്നെ ആരാ പുറത്തേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചത്? അതും ആ സുഗിന ചേച്ചിയാണോ എന്ന് അപ്പം മിത്ര ചോദിക്കുകയാണ്. അതെ, അവരാ എന്നെ ആരും കാണാതെ അലോകിന്റെ അടുത്ത് എത്തിച്ചത്. പക്ഷേ അലോക് എന്നെ തട്ടിക്കൊണ്ടു പോകുന്നൊന്നും അവരും കരുതിയില്ലായിരുന്നെന്ന് തോന്നുന്നു എന്ന് പറയൂട്ടോ നമ്മുടെ അനുമോള്. അപ്പം മിത്രയ്ക്ക് നല്ല ദേഷ്യം വരിക. അവരെന്തൊരു ദുഷ്ടയെ മീനു ചേച്ചി, നമ്മുടെ കുടുംബത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തെ തന്നെ ദ്രോഹിക്കാനാ അവർ ശ്രമിക്കുന്നത്. ഇതിനിടയിൽ ചെറിയച്ഛൻ്റെ ജീവിതം പെട്ടുപോയി. അല്ലെങ്കിൽ ആ സ്ത്രീയുടെ കള്ളത്തരം എപ്പം തന്നെ എല്ലാവരെയും അറിയിക്കായിരുന്നു എന്ന് പറയാം. അപ്പം നമ്മുടെ അനുമോള് പറയും, വേണ്ട, എല്ലാവർക്കും ഉള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുത്തോളാം. അപ്പം നീ അവനെ ശരിക്കും കല്യാണം കഴിച്ചോ എന്ന് നമ്മുടെ മിത്ര ചോദിക്കുകയാണ്. അത് അവൻ ആഗ്രഹിച്ചത് എൻ്റെ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണമെന്നാ. അവൻ എന്നെ തട്ടിക്കൊണ്ടുപോയി ഒരിടത്ത് കെട്ടിയിട്ടു. പിറ്റേ ദിവസം നേരം വെളുത്ത് എൻ്റെ കല്യാണമാണല്ലോ. അവൻ്റെ ആൾക്കാർ നമ്മുടെ വീടിന് ചുറ്റും ഉണ്ടായിരുന്നു. ജീവൻ വന്നതും ജീവന്റെ വീട്ടുകാർ അവിടെ വന്ന് വഴക്കുണ്ടാക്കിയതും ഒക്കെ അപ്പോൾ അവൻ അറിയുന്നുണ്ടായിരുന്നു. ഏകദേശം കല്യാണം മുടങ്ങിയെന്ന് ഉറപ്പാക്കിയപ്പം എന്നെ കൊണ്ട് തിരിച്ചു വിടാനായിരുന്നു അവൻ്റെ പ്ലാൻ. എന്നെ മോശക്കാരിയാക്കിക്കൊണ്ട് ഞാൻ അവന് വേണ്ടി അവൻ്റെ പിന്നാലെ ചെന്നതാണെന്നും പറഞ്ഞ് അതിൻ്റെ നാടകമാണ് അന്ന് അവിടെ അരങ്ങേറിയത്. അവനാണെങ്കിൽ എന്നെ താലി കെട്ടി കൂട്ടാനും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു.
അവിടെ അവന്റെ വെല്ലിച്ചൻ അവന് വേണ്ടി ഒരു കാശുകാരി പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ആ പ്ലാൻ മാറ്റി എന്നെ എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരിയാക്കിക്കൊണ്ട് അവൻ നല്ലവനാകാനാ ശ്രമിച്ചത്. അതെനിക്ക് സഹിച്ചില്ല ചേച്ചി. അതുകൊണ്ടാ ഞാൻ അവിടെ ഇരുന്ന താലി എടുത്ത് സ്വയം എന്റെ കഴുത്തിൽ കെട്ടി അവന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് കൃഷ്ണമംഗലത്ത് കയറി പറ്റിയത്. നമ്മുടെ കുടുംബത്തെ നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും നാണം കെടുത്തിയിട്ട് അവൻ അങ്ങനെ നിളിഞ്ഞു നിൽക്കണ്ട ചേച്ചി എന്ന് പറയാം. അപ്പം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ മോളെ എന്ന് മീന് ചോദിക്കാൻ കേട്ടോ. ഇല്ല ചേച്ചി, അവൻ എന്റെ ഭർത്താവുമല്ല, ഞാൻ അവന്റെ ഭാര്യയല്ല. ഞങ്ങളുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവനെ ഞാൻ സമാധാനത്തോടെ വിടാൻ സമ്മതിക്കില്ല ചേച്ചി. അവന്റെ കല്യാണം ഇപ്പൊ മുടങ്ങിയിട്ടുള്ളോ, എനിക്കതും മതി. അവനെ ഞാൻ ഇനിയിപ്പം ശ്വാസം മുട്ടിക്കും എന്ന് പറയാൻ കേട്ടോ. എങ്കിലും നിന്റെ ജീവിതം ഇനി എന്താകും അനുമോളെ എന്ന് മിത്ര ചോദിക്കാം. നീ എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? ഞങ്ങളോട് സത്യങ്ങൾ നിന്നെ അവൻ കൊണ്ടുവന്നപ്പോ എങ്കിലും തുറന്നു പറഞ്ഞാൽ ഞങ്ങൾ നിന്നെയല്ലേ വിശ്വസിക്കുള്ളൂ എന്ന് ചോദിക്കാം. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തകർന്ന മുഖം കണ്ടപ്പോൾ എനിക്ക് വേറൊന്നും ചെയ്യാൻ തോന്നിയില്ല ചേച്ചി. എല്ലാ തെറ്റുകളും ഞാൻ സ്വയം ഏറ്റെടുത്തതാ. അവനെ വെറുതെ വിടാതിരിക്കാൻ ഞാൻ ഇങ്ങനെ ചെയ്തതാ എന്ന് പറയാണ് കേട്ടോ. എൻ്റെ ജീവിതം നശിച്ചിട്ട് അവൻ അങ്ങനെ സമാധാനത്തോടെ ജീവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. മോളെ, നീ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നത്? നീ വന്നേ, ഇനി അവിടെ ഒരു നിമിഷം പോലും നിൽക്കണ്ട. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം തന്നെ നീ വീട്ടിലേക്ക് വാ. അച്ഛനും അമ്മയും നിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന് മീനു പറയാൻ. വേണ്ട ചേച്ചി, അവരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് അർഹതയില്ല. അവൻ അങ്ങനെ സമാധാനത്തോടെ ജീവിക്കണ്ട. ഇപ്പം ഈ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും തെറ്റു മുഴുവനും എന്നെയും എൻ്റെ കുടുംബത്തെയും അവർ വരുത്തി തീർക്കും. അവനും വേറെ പെണ്ണിനെയും കെട്ടി സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യും. അത് വേണ്ട ചേച്ചി, കുറച്ചു നാള് കൃഷ്ണമംഗലത്ത് തന്നെ ഞാൻ നിൽക്കണം. അവന്റെ അടിവേര് ഞാൻ ഇളക്കും. അതിനുശേഷം മാത്രമേ എല്ലാ സത്യങ്ങളും എല്ലാവരെയും അറിയിക്കാൻ പാടുള്ളൂ. തൽക്കാലം നിങ്ങളിത് വീട്ടിലൊന്നും പറയണ്ട. അപ്പം ഇത്രയാണെങ്കിൽ ദേഷ്യത്തോടെ പറയും, ആ സുകന്യ അവരെ വെറുതെ വിട്ടാൽ പറ്റില്ല മീനു ചേച്ചി. അവരെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിൽ അറിയിക്കണം എന്ന് പറയാം. അപ്പം മീനു പറയും, മിത്രേ, നമ്മളിപ്പം ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ പോയി കഴിഞ്ഞാൽ അനുവിന്റെ കല്യാണത്തിന്റെ സത്യാവസ്ഥയും എല്ലാവരെയും അറിയിക്കേണ്ടി വരും എന്ന് പറയാം. അനുമോളെ, ഞങ്ങൾ എല്ലാ സത്യങ്ങളും പറയട്ടെ. ദേ, അച്ഛനും അമ്മയും തന്നെ നിന്നെ കൃഷ്ണമംഗലത്ത് നിന്ന് കൂട്ടിക്കൊണ്ട് ദേവമംഗലത്തേക്ക് വരും എന്ന് മീനു പറയാം. വേണ്ട മീനു ചേച്ചി, ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത്. അവനെ സ്വസ്ഥതയോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തൽക്കാലം ഇതങ്ങനെ പോട്ടെ. പറയേണ്ട ഒരു അവസരം വരുമ്പോൾ ഞാനായിട്ട് തന്നെ എല്ലാവരോടും പറഞ്ഞോളാം. അതുവരെ നിങ്ങളും ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട എന്ന് മീനുവിനോടും മിത്രയോടും പറയാം. അപ്പം മീനും മിത്രയും കൂടി പറയും, മോളെ, ഇത് റിസ്ക് അല്ലേ? ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ജീവിതം എന്തായാലും നശിച്ചു. എൻ്റെ അച്ഛനും അമ്മയും കരയാൻ ഞാൻ തന്നെ കാരണക്കാരിയായി. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. അലോകിന്റെ ജീവിതം അത് നശിച്ച് കണ്ടിട്ടേ ഞാൻ ഇനി കൃഷ്ണമംഗലത്തെ പടി ഇറങ്ങുള്ളൂ എന്ന് വാശിയോട് കൂടി പറയാൻ കേട്ടോ. അപ്പൊ മീനു പറയും, മോളെ, നീ ശ്രദ്ധിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും നീ അവിടെ നിൽക്കരുത്. നിനക്കറിയാലോ, അലോക് അത്ര പാവമൊന്നും അല്ല. അവനും നിന്നെ ഉപദ്രവിക്കാൻ വല്ല ശ്രമിക്കുമോ? എനിക്ക് പേടിയാകുന്നു എന്ന് പറയാം. ഇല്ല ചേച്ചി, അവൻ എന്നെ ഒന്നും ചെയ്യില്ല. അവന് എന്നെ അങ്ങനെ ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല. അവനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ തൽക്കാലം ഇക്കാര്യം ആരെയും അറിയിക്കരുത്. ഏട്ടന്മാരോട് പോലും പറയരുത്. ഏട്ടന്മാർ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒരു നിമിഷം പോലും കൃഷ്ണമംഗലത്തെ നിർത്തില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അനുമോളുടെ വാശിക്ക് മുന്നിൽ മീനുവും മിത്രയും സത്യങ്ങളൊക്കെ തൽക്കാലം എല്ലാവരിൽ നിന്ന് മറച്ചു വെക്കാൻ തന്നെ തീരുമാനിക്കാൻ കേട്ടോ. ദേ മോളെ, ഒരുപാട് നാളൊന്നും നീ കൃഷ്ണമംഗലത്ത് നിൽക്കരുത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് അനു അവിടെ നിന്ന് അങ്ങ് പോവാണേ. അപ്പം മീനുവും മിത്രയും ആലോചിച്ച് നിൽക്കുക. അവൻ എത്ര ദുഷ്ടനല്ല ചേച്ചി. അവനെക്കാളും ദുഷ്ടൻ ശരിക്കും ആ സുകന്യ ചേച്ചിയാ. അവരെ ചേച്ചിന്ന് വിളിക്കാൻ പോലും അവരർഹയല്ല. അവരെന്തൊരു സാധനമാ. നമ്മുടെ കുടുംബം മുഴുവൻ കണ്ണീരിലാഴ്ത്തി അവരവിടെ സന്തോഷിച്ചിരിക്കും അല്ലേ എന്ന് ചോദിക്കാം. അപ്പൊ മീനു പറയും, അതെ, അനുമോള് പറഞ്ഞെന്ന് കരുതി അവരോട് നമ്മൾ ഇതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മൾ സത്യാവസ്ഥകളെല്ലാം അറിഞ്ഞെന്ന് തന്നെ ആ സുകന്യനെ അറിയിക്കണം. ഇനി അവരുടെ തല പൊങ്ങാൻ പാടില്ല എന്ന് പറയാം. അത് ചേച്ചി പറഞ്ഞത് നേരാ. എങ്കിലേ അവരിനിയെങ്കിലും അടങ്ങി ഒതുങ്ങി നമ്മുടെ വീട്ടിൽ നിൽക്കൂ. മാമന്റെ ജീവിതം ഇതിൽ പെട്ടുപോയി, അതാ മോളെ എന്ന് മീനു വീണ്ടും പറയാം. ശരിയാ, ചെറിയച്ഛൻ എന്തൊരു പാവമാ. എന്നിട്ട് ഇവരെ പോലൊരു രാക്ഷസയാണല്ലോ ആ പാവത്തിന് ഭാര്യയായി കിട്ടിയത്. എല്ലാത്തിനും കാരണം എൻ്റെ അച്യുതൻ ചെറിയച്ഛനാ. അയാൾക്കും അയാളുടെ മകനും മറ്റുള്ളവരെ ദ്രോഹിച്ച് മതിയായിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ദേവമംഗലത്തേക്ക് ചെല്ലുകയാണേ. ദേവമംഗലത്ത് ചെല്ലുമ്പം സുകന്യാണെങ്കിൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ സുകന്യയെ കാണുമ്പം മിത്രയ്ക്കും മീനുവിനും നല്ല ദേഷ്യം വരിക. സുകന്യ ചേച്ചി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് മീനു അങ്ങ് വിളിക്കുക. എന്താ, നിങ്ങൾക്ക് എന്താ എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് അപ്പൊ സുകന്യ ചോദിക്കുക. ആ ചേച്ചി കുറേ കഷ്ടപ്പെട്ടതല്ലേ, ഇപ്പം ഈ കഷ്ടപ്പാട് കാരണമായിരിക്കുമല്ലേ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുന്നത് എന്ന് ചോദിക്കുക. ഞാനെന്ത് കഷ്ടപ്പെട്ടെന്നാ എന്ന് അപ്പൊ സുകന്യ ചോദിക്കും. അല്ല, അലോകിന്റെ അനുവിന്റെ കല്യാണം നടത്താൻ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടെന്നേ ഞങ്ങൾക്ക് മനസ്സിലായി. ദേ മീനു, നീ എന്തൊക്കെ തോന്നിവാസമായി പറയുന്നത്?
അനുവിൻ്റെ അലോകിൻ്റെയും കല്യാണം നടത്താൻ ഞാൻ സഹായിച്ചെന്നോ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കാം. ചേച്ചി കൂടുതൽ നാടകമൊന്നും കളിക്കണ്ട എന്ന് മിത്രയപ്പം പറയും. ഞങ്ങളെ എല്ലാ സത്യാവസ്ഥകളും അറിഞ്ഞു. അനുമോള് ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അലോകുമായിട്ട് അനുവിനെ അടുപ്പിക്കാൻ ശ്രമിച്ചത് ആരാ? നിങ്ങളല്ലേ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോഴത്തേക്കും പണി പാളി എന്ന് സുകന്യക്ക് ബോധ്യപ്പെടുകയാണ്. അത് പിന്നെ അങ്ങനെയല്ല, അലോക് എന്നെ ഓരോന്നും പറഞ്ഞ് വശത്താക്കിയതാ. അനുമോളെ ഉപദ്രവിക്കും, അവളുടെ ഫോട്ടോകളൊക്കെ പബ്ലിക് ായിട്ട് എല്ലാവരെയും കാണിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പേടിച്ചു പോയി. അതുകൊണ്ടാണ് അനുവിൻ്റെ കയ്യിൽ ഫോൺ കൊണ്ട് കൊടുത്തത്. അല്ലാതെ അവളെ ഞാൻ രക്ഷപ്പെടുത്താനല്ലേ നോക്കിയത് എന്ന് ചോദിക്കാം. അവളെ രക്ഷപ്പെടുത്താൻ നോക്കിയതൊക്കെ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി. ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ ചോറ് കഴിച്ചുകൊണ്ട് തന്നെ ഈ കുടുംബത്തിലുള്ളവരെ ഉപദ്രവിക്കാം നിങ്ങൾക്ക് ഒരു ഉളുപ്പുമില്ലേ സ്ത്രീയെ എന്ന് ചോദിക്കാം. ഞങ്ങളുടെ പാവം മാമൻ, ആ മനുഷ്യൻ്റെ ജീവിതം ഇതിനിടയിൽ പെട്ടുപോയി. അതുകൊണ്ട് ഓരോ തവണയും നിങ്ങൾ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ഞങ്ങൾ ക്ഷമിക്കുന്നത്. ഇനിയും നിങ്ങൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല എൻ്റെ പ്രതികരണം. ഇനി നിങ്ങളുടെ പിന്നാലെ തന്നെ ഞങ്ങൾ ഉണ്ടാവും. ഇവിടെ ഉള്ളവർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് മീന് ചോദിക്കാം. അപ്പം മിത്ര പറയും, അപ്പച്ചിയും അങ്കിളും ഇക്കാര്യം അറിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സ്ഥാനം പടിക്ക് പുറത്താ. സ്വന്തം മകളുടെ ജീവിതം തന്നെ നശിക്കാൻ കാരണമായി നിങ്ങളെ പിന്നെ അവരിവിടെ വെച്ച് പൊറപ്പിക്കുവോ? ചിലപ്പം ചെറിയച്ഛനെയും കൂടി നിങ്ങളുടെ കൂടെ ഇറക്കി വിട്ടേക്കും എന്ന് മിത്ര പറയൂട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും സുഗിനെ ഞെട്ട് ധരിച്ചു നിൽക്കുക. അയ്യോ, ഞാൻ ഈ കുടുംബത്തെ മനഃപൂർവ്വം ദ്രോഹിക്കാനായിട്ടൊന്നും അല്ല എന്ന് പറയാം. ഇതൊന്നും എന്നെ കൊണ്ട് അലോക് ചെയ്യിപ്പിച്ചതാ. ആ ഫോട്ടോകൾ കണ്ട നിങ്ങളാണേലും വിശ്വസിച്ചു പോകും. ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ, നശിച്ചു പോകരുതെന്ന് കരുതിയാ അവൾ വന്ന് മാപ്പ് പറഞ്ഞാൽ ക്ഷമിക്കുമെന്ന് കരുതിയപ്പം ഞാൻ വിശ്വസിച്ചു പോയി എന്ന് പറയാം. കൂടുതൽ നാടകമൊന്നും കളിക്കണ്ട. ഞങ്ങളെ ചെറിയച്ഛനെ ഓർത്ത് മാത്രം നിങ്ങളോട് ഇപ്പം ഞങ്ങൾ ക്ഷമിക്കുക. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ നിന്നാ ഇനി നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് മീനും ഇത്രയും കൂടി കയറി പോവാണ് കേട്ടോ. സുഗന്യ ആകെ ഒന്ന് ഭയപ്പെടുന്നുണ്ട്. കാര്യങ്ങളൊക്കെ എൻ്റെ കൈവിട്ട് പോവാണല്ലോ. ഇവളുമാര് സത്യാവസ്ഥ അറിഞ്ഞ സ്ഥിതിക്ക് ഏത് നിമിഷവും ഓരോരുത്തരായിട്ട് അറിയും. ദൈവമേ, എന്നെ ഇവിടെ നടിച്ചിറക്കി വിടുവോ എന്ന് പേടിച്ച സുഗന്യ നിൽക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വരും എപ്പിസോഡിൻ്റെ വിശേഷങ്ങളെ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും